ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് മിനി ഊട്ടിയിലാണുള്ളത്. സ്ഥലം കണ്ടോ? ഞങ്ങൾ ഏകദേശം കുറച്ച് വരുമ്പോൾ വൈകിപ്പോയി. ഏകദേശം ഒരു 6 മണി ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒന്ന് ഇതായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഒരു ചെറിയൊരു ടൈം വ്യത്യാസം. നല്ല സ്ഥലം കേട്ടോ. ഒരു വരികയാണ് ഇങ്ങോട്ടേക്ക് തന്നെ കാരണം ഇവിടെ ഇനിയുണ്ട് കുറേ സാധനങ്ങൾ. പാർക്ക് എങ്ങനെ പൈസ നോക്കിയാൽ വന്നാണ് ഇവിടെ. ഞാനിപ്പോൾ ISO കൂട്ടിയെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വൃത്തിയിൽ കാണുന്ന ഇതായിരുന്നു പൈസ. ഇത് ഇവിടെ മറ്റേ സൈക്കിൾ സവാരി ഉണ്ട് കേട്ടോ. മറ്റേ ലൈനിൽ കൂടി പോന്നെ അതാണ്. യന്ത്രൂഞ്ഞാലാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഈ മിനി ഊട്ടി ഉള്ളത്, വേറെ സംഭവങ്ങളുണ്ട് കേട്ടോ. വെൽക്കം ടു മിനി ഊട്ടി. ഹൊറർ ഹൗസും ഉണ്ട്. ഇങ്ങനെയുള്ള പല പല സാധനങ്ങളുണ്ട് കേട്ടോ. ഇതാണ് ഹിൽസ് ലാൻഡ്. അതിനകത്ത് എന്തോണ്ടല്ലോ ഒറ്റ അങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. എടുക്കുന്നത്. ചെറിയൊരു നമ്മളിങ്ങനെ നീങ്ങുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ടാവും. കുഴപ്പമാക്കണ്ട. എന്നപ്പോൾ ഇവിടെ പാനിപ്പൂരുണ്ട് ഗൈസ്. പാനിപ്പൂർ നിങ്ങളുടെ മൊബൈൽ സപ്പോർട്ടായ എത്രയും നിങ്ങൾക്കിവിടെ കിട്ടുകയുള്ളൂ കേട്ടോ. അങ്ങനെ യൂട്യൂബിൽ നിങ്ങളുടെ മൊബൈൽ താങ്ങാനത്രത്തെ റെസൊല്യൂഷൻ കിട്ടും. 1080 ആയിരിക്കും മിക്കാറും. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് എന്നാട്ടോ പറഞ്ഞേ. ഇവിടെ ഏടാന്ന് എനിക്കറിയില്ല, പോയേക്കണം. നല്ലൊരു സീനറി കേട്ടോ. ഒരു ക്യാമറ വേണ്ടി, DSLR ക്യാമറ വേണം, എന്നാലേ സാധനങ്ങളൊക്കെ ഇത് ശരിക്കും പതിയും. ഇതിനപ്പുറത്ത് കുറേ കാണാനുണ്ട്. നിങ്ങളീ കാണുന്നത് ഇപ്പോൾ തായ്വാര കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു മലൻ്റെ മുകളിലാണ്. ഞങ്ങളിവിടെ നല്ലോണം കഷ്ടപ്പെട്ടാണ് വന്നത്. ഭയങ്കര കഷ്ടിച്ചാണ് വന്നത്. അത്രയ്ക്ക് ഇതായിരുന്നു. നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഗൈസ്. നമ്മളിതാ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാണ്. ഇപ്പം നമ്മളിത് ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിരിക്കുകയാണ്. കയറി കഴിഞ്ഞു. നല്ലൊരു ആംബിയൻ്റ് ലൈറ്റ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. സത്യത്തിൽ ഇതല്ല കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ആണെങ്കിലും അപ്പുറത്ത് വേറെ ഒന്നുണ്ട്. ഇതതിൻ്റെ ഒരു വേറെ മോഡലാണ്. നല്ലൊരു രസമാണ് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ. നിങ്ങൾ ഈ കാണുന്നത് മുഴുവനും ആ ഒരു ഭാഗത്ത് ഒരു എയർപോർട്ട് നമുക്ക് കാണാനാവില്ല. മലൻ്റെ അപ്പുറത്താണ്. ഈ ദീപം കൊളുത്തി വെച്ച മതിലാണ് ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാൽ. അറ്റ് നൈറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു രസമാണ്. നല്ലൊരു മനസ്സിനൊരു കുളിർമയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ. ഇവിടെ ഒരു വാട്ടർ സ്പ്ലാഷ് വാട്ടറുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇവിടെ വാട്ടർ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. കുട്ടിയൊക്കെയുള്ള ബോട്ട് ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയിരുന്നു, പക്ഷേ മൂഞ്ചിപ്പോയി. എനിക്ക് 38 കിലോ ഉണ്ടായതുകൊണ്ട് ബോട്ട് അങ്ങ് മുങ്ങിപ്പോയി. ഞാൻ മൊത്തം നന്നില്ലെങ്കിലും ബാക്ക് മൊത്തം തന്നെ പെട്ടതുണ്ട് ഇവിടെ. പിന്നെ അതെ കോണുമായിട്ടുണ്ട്. അങ്ങനെ പല പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിസ്കരിച്ചിട്ടാണ് കേട്ടോ. കൂട്ടുകാരെ, ഇതിൻ്റെ അനിയന്മാർ ഇവിടെ നിന്ന് കളിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഇവിടെ നിന്ന് കാണുന്നത്. ഞാൻ ഈ നേരത്തെ നിസ്കരിച്ചതായിരുന്നു. ഇത് എൻ്റെ ഇക്കാക്കാണ് എടുത്തത്. ഇക്കാക്ക നിസ്കരിക്കാനൊക്കെ വന്നിരുന്നു, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിരുന്നു. ആ മുന്നേ നിസ്കരിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് നിസ്കരിച്ചത്. ഇവന്മാരിയിൽ കളിക്കുകയാണ്. നല്ല പാട് ഞങ്ങൾ അനിയന്മാർ പെടുന്നുണ്ട്. കാരണം കൂട്ടുകാരെ, നമ്മളിപ്പോൾ വാട്ടർ ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ മാറി ഇനിയിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഫിഷ് അക്വാറിയത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ.
ഇതൊരു നല്ല രസമുള്ള അക്വേറിയമാണ്. ഇതേ നോക്കി ഈ മീനൊക്കെ എന്ത് രസമാണെന്നറിയോ. ഇത് നിങ്ങൾ കാണുന്നതല്ലല്ലോ കേട്ടോ, അത്യാവശ്യം ഒരു സൈസ് ഉണ്ട്. ഈ മീൻ ഷാർക്കാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഗപ്പിൻ്റെ പല വെറൈറ്റിയാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. അത് ഈ പ്രത്യേകിച്ചൊരു ലൈറ്റും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ മിന്നി തിളങ്ങുക കേട്ടോ ഈ ഒരു നേരത്തെ. നോക്കി ISO കുറച്ചപ്പോൾ എന്തൊരു രസമാണ് നിങ്ങൾ കാണാൻ. ഇത് ഞാൻ വലിയൊരു മീനാട്ടോ. ഞാൻ ബേക്കോട്ട് നിന്നാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. നല്ല സൈസുള്ളൊരു മീനാണ്, കാണുന്ന മാതിരിയല്ല, നല്ല സൈസുണ്ട്. ഇത് മറ്റേ ടൈഗർ ഫിഷ് പോലെ അങ്ങനെ എന്തോന്നാണ്. ISO ഒന്ന് കൂട്ടിയിട്ട് വേണം ഇതിൻ്റെ കൂടാത്ത ഒക്കെ കൂടി. അപ്പോൾ ISO ഒന്ന് കൂട്ടിയിട്ടപ്പോൾ ഇറ്റളൊന്ന് ശരിക്കും കാണുന്നത് ക്ലിയർ ആയിട്ട് ക്യാമറയിൽ. ഇത് മറ്റേ നേരത്തെ കണ്ട മീനിൻ്റെ മക്കളാണ് തോന്നുന്നു. റെഡ് ലൈറ്റിലിട്ട് നല്ല തിളക്കുന്നുണ്ട്. ഇത് പിരാന എന്താ സാധനം അത്? ഞാൻ മോനസീനാണ്, നല്ല ഫിഷാണ്. ഞാൻ ഇപ്പോൾ ലൈറ്റ് ഓണാക്കി, അല്ലെങ്കിൽ ശരിക്കും കാണുന്നില്ല. ഇവിടെ എന്താ തെരണ്ടി ഉണ്ട് കേട്ടോ. രണ്ട് തെരണ്ടി ഉണ്ട്. ഒന്നിതും മറ്റേത് അതപ്പുറത്തൊന്നും. ഇതെന്താ ഈല് പോലുള്ള സാധനമാണ്. എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് നോക്കാം. പിന്നെ ആ പേര് കണ്ടില്ല, പേര് കാണുന്നില്ല. നമുക്ക് അപ്പുറത്തുള്ള നോക്കാം. ഇവിടെ ഉള്ളതും മറ്റേ ആ മോഡൽ സൈസാണെന്ന് തോന്നുന്നു. അതേ മീൻ തന്നെയാണ്. നല്ലൊരു രസമാണ് ഈ മീനുകളങ്ങനെ കാണാൻ നേരത്ത്. ഇതെന്താ ഗൈസ്, ഇതെന്താ സാധനം? മറ്റേ കരിമീൻ പോലെ. ഇതാണെങ്കിൽ ഭയങ്കര എൻ്റെ മൊമെൻറ്റിൽ കുറച്ചുകൂടി ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. അത് നല്ലൊരു മീനുകളാണ്, കൂട്ടം കൂടി നിൽക്കുന്ന ഈ കടൽ മീനുകളൊക്കെ നമ്മൾ കണ്ടില്ലേ, ഉൾക്കടലിൽ അതേമാതിരി ഉണ്ട്. നല്ലൊരു രസമാണ്. ഇവിടെ പേരെടുത്തിക്കണമല്ലോ, അപ്പോൾ അപ്പുറത്തെ പേരെടുത്തിട്ടുണ്ടാവില്ലേ. എന്തോ ഓർക്കിഡ്സ് അങ്ങനെ എന്തോന്നാണ് എൻ്റെ പേരിട്ടോ, ഞാൻ ശരിക്കും വായിച്ചില്ല. അപ്പോൾ ഇതിന് പേരുണ്ട്, അപ്പുറത്തുള്ളതിന് പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഇലക്ട്രിക്കയിലാണോ? നോ ഗൈസ്, ഇത് ഫയറിയിലാണ്. നമ്മൾ വീണ്ടും മുഞ്ചിരിക്കുന്നു. കാരണം ഇലക്ട്രിക്കയിലാണെങ്കിൽ അതിനടുത്തുള്ള മീനുകളൊക്കെ തിന്നു, ഒറ്റയ്ക്ക് ഇടുവായിട്ടാണ്. ഇനിയാണ് ഗൈസ് നിങ്ങൾ മുഴുവനെ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുഴുവനെ കണ്ടത്. നല്ല സൈസുള്ള ഒരു മുഴുവാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി ആയിരിക്കും നിങ്ങൾ അവിടെ പോയി കാണുന്നത്. നല്ല സൈസ് ഉണ്ട് കാരണം നല്ല സൈസ് ഉണ്ട്. 3 എണ്ണം ഉണ്ട് ഇങ്ങനത്തെ. ഒരാഴ്ചത്തെ കീറ്റാവുന്ന മതി മക്കളെ കിട്ടിയാൽ. ഇത് ആഫ്രിക്കൻ മൂയാണോ എനിക്കറിയില്ല, ശരിക്കും എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ മീൻ പിടുത്തക്കാരനൊന്നല്ല. ഞാൻ ഒറിജിനൽ എന്നാ കേട്ടോ കാണിക്കുന്നത്, ഞാൻ എന്നെ കാണിച്ചിട്ടുണ്ട്. ഇതായിട്ടുള്ള മക്കളുണ്ട്, ഇതിനകത്ത് മക്കളും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പോയാലും മൊത്തത്തിൽ നല്ലൊരു പൈസ ചിലവാകും. ഇതെൻ്റെ വീട്ടിൽ ഞാൻ അക്വേറിയത്തിൽ ഇട്ടിരുന്ന മീനുകളുടെ ചില കൂട്ടമാണ്. അതിലുള്ള ഒരു പ്രത്യേക പച്ചമഞ്ഞ മീനെ കണ്ടോങ്ങൾ, ആ മീനായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ഇട്ടിരുന്നു. ഇത് അക്വേറിയത്തിലൊക്കെ ഇടുന്ന സാധാരണ ഒരു മീനാണ്. ഇവിടെയാണ് ഗൈസ് നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു അക്വേറിയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതിൻ്റെ പേരറിയൂല കേട്ടോ. ഇത് നമ്മൾ സാധാരണ കാണുന്ന മീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ കടൽ മീനാണ് തോന്നുന്നു. ഫസ്റ്റ് സ്റ്റേജ് കടൽ മീനാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന എൻ്റെ മാവന്മാരും ഉപ്പയാണ് കേട്ടോ. രണ്ട് അനിയന്മാരത് പോണ. നല്ല രസമോല് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഇതൊക്കെ കണ്ട്. നല്ലൊരു രസമാണ് ഇതിനകത്തോടെ ഇങ്ങനെ പോകുമ്പോൾ. എന്താ രസം എന്ന് വെച്ചാൽ ഭയങ്കര രസം. എന്തോ ഒരു കുളിർമ പോലെ. അതൊക്കെ കണ്ടോ ഉള്ള മീനുകളൊക്കെ നിങ്ങൾ കാണുന്നതോ, മീന എന്ത് രസമാണ്. ചെറിയ മീൻ അപ്പുറത്തേ പോകാണ്ടിരിക്കാൻ വേണ്ടി ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താ ഗൈസ്, ഈൽ നല്ലൊരു മുയ. അതാ ഗൈസ് ഇവിടെ നിൽക്കുന്ന ആടുള്ളൊരു മുയുവിനെ പിടിച്ച് ഇത്രയും ചെറിയൊരു അക്വേറിയത്തിലിട്ടിങ്ങനെ. അത് മിക്കവാറും ചത്തോ നോക്കിയതാണ്. വേറെ ആയിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു വെള്ള മീനുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ അധികമൊന്നും കാണാനില്ല. നമ്മൾ നേരത്തെ കണ്ട ചെറിയ മീനുണ്ട് ഈ കൂട്ടത്തിൽ, ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഇപ്പം കാണാം. ഇവിടെ ഇങ്ങനെ അട്ടത്തേക്ക് ഇങ്ങനെ നോക്കി പോകുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതല്ല കേട്ടോ തോന്നുന്നത്. അതേമാതിരി ഇത് ഷാർക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മീൻ കൂട്ടം. സോറി, ഞാൻ വേറൊരു മീനെ കണ്ടു നോക്കി.
ഇതൊക്കെ ഗോൾഡൻ മോഡലാണ്. ഇതാണ് ഞാൻ മറ്റേ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പറഞ്ഞ ആ മീനാണ്. കേട്ടോ നല്ലൊരു കൂട്ട മീനാട്ടോ ഇത്. എന്താ രസം കണ്ടോ നിങ്ങൾ? ഇങ്ങനത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വീട്ടുകളൊക്കെ ഈച്ച നിറച്ചിഞ്ച മോനെ പറയണ്ടല്ലേ അതിൻ്റെ രസം. കുറേ മീനുണ്ട് കേട്ടോ അവിടെ. അങ്ങനത്തെ കുറേ എണ്ണുണ്ട്. അതിലുള്ള കുറച്ച് ഭാഗമാണെന്ന് തോന്നുന്നു മറ്റേ അപ്പുറത്ത് അട്ടച്ചത്. എനിക്കെൻ്റെ മൊമെൻറ്റിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മീൻ ഞങ്ങൾ എടുത്ത ഭാഗത്ത് കാണുന്ന ചെറിയ കളർ മീൻസാണ്. ഏറ്റവും പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ കളറൊന്നുമല്ല, ഏറ്റവും കൂടുതലുള്ളതാണ്. എനിക്ക് ഇത് പിന്നെ കടൽ മീനാണ്, നോക്കണമല്ല. ഇതിൽ ചെറിയ മുഴിയോ കാറ്റ് ഫിഷോ അങ്ങനെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.